ഡിയർ ഫ്രണ്ട്സ്, മോർണിംഗ് വൈബിലേക്ക് സ്വാഗതം. സ്കൂൾ തുറന്നു, മഴയൊക്കെ ഇപ്പോൾ ഇച്ചിരി കുറഞ്ഞിട്ടുണ്ട് അല്ലേ? സ്കൂളിലേക്ക് പോവുകയാണ്. എല്ലാവർക്കും നന്നായിട്ട് പഠിക്കാൻ പറ്റട്ടെ. പഠിക്കാനുള്ള ഒരു ടിപ്പ് നിങ്ങൾക്ക് പറഞ്ഞുതരാം. എല്ലാ കുട്ടികൾക്കുള്ളൊരു സംഭവമുണ്ട് ഇത്. ഷോർട്ട് ടൈം മെമ്മറി ഉണ്ട്, ലോങ് ടൈം മെമ്മറി ഉണ്ട്. ഷോർട്ട് ടൈം മെമ്മറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പഠിക്കുന്ന കാര്യങ്ങളൊക്കെ അപ്പോൾ നമ്മുടെ തലയിലുണ്ടാവും. പക്ഷേ ഇത്തിരി കഴിയുമ്പോൾ ഇതിൻ്റെ പകുതി 1 മണിക്കൂറിനുള്ളിൽ മറന്നു പോകും കേട്ടോ. ഇതെല്ലാവർക്കും ഉള്ളൊരു പ്രശ്നമാണ്. കുറച്ച് കഴിഞ്ഞ് ചോദിച്ചു കഴിഞ്ഞാൽ ഓർമ്മ ഉണ്ടാവില്ല. അപ്പോൾ എന്താ ചെയ്യുക? നമ്മൾ ആദ്യം കാണുന്നതും കേൾക്കുന്നതും അനുഭവിക്കുന്നതുമായിട്ട് എല്ലാ കാര്യങ്ങളും ഈ പഞ്ചേന്ദ്രിയങ്ങളിലൂടെ 5 സെൻസസിലൂടെ നമ്മൾ ശേഖരിക്കുന്ന വിവരങ്ങളെല്ലാം നമ്മുടെ ഷോർട്ട് ടൈം മെമ്മറിയിലേക്കാണ് വരുന്നത്. പക്ഷേ ഇത് ലോങ് ടൈം മെമ്മറിയിലേക്ക് പോകണമെങ്കിൽ ലോങ് ടൈം മെമ്മറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോൾ ചോദിച്ചാലും ഓർമ്മയുള്ള കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ അത് ലോങ് ടൈം മെമ്മറിയിൽ സ്റ്റോർ ചെയ്യണം. സ്റ്റോർ ചെയ്യാനായിട്ട് ഒറ്റ വഴിയേ ഉള്ളൂ, റിപ്പീറ്റേഷൻ. നമ്മുടെ ടീച്ചേഴ്സൊക്കെ നമ്മളോട് പല പ്രാവശ്യം പറയാറുണ്ട്, റിവിഷൻ എന്നുവെച്ചാൽ വീണ്ടും റിപ്പീറ്റ് ചെയ്യുക. അങ്ങനെ എന്ന് പറഞ്ഞാൽ നമ്മൾ പഠിക്കുന്നത് അത് പിറ്റേ ദിവസം ഒന്നുകൂടെ വായിച്ചു നോക്കുക, 2 ദിവസം കഴിഞ്ഞിട്ട് ഒന്നുകൂടെ വായിച്ചു നോക്കുക. അങ്ങനെ നമ്മളൊന്ന് റിപ്പീറ്റഡ് ആയി കഴിഞ്ഞാൽ അത് നമ്മുടെ ലോങ് ടൈം മെമ്മറിയിലേക്ക് കയറിക്കഴിഞ്ഞാൽ പിന്നെ എപ്പോൾ ചോദിച്ചാലും ഓർമ്മയുണ്ടാകും. ഉദാഹരണത്തിന്, ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയ എന്നാണ് 1947 ഓഗസ്റ്റ് 15. എന്തുകൊണ്ട് എനിക്ക് ഇത്ര സ്പീഡായിട്ട് പറയാൻ പറ്റുമെന്ന് ചോദിച്ചാൽ ഒറ്റ കാര്യമുള്ളൂ, ഒരുപാട് പ്രാവശ്യം ഞാനത് റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട്, ഇല്ലെങ്കിൽ ഓർത്തിരിക്കാൻ പറ്റില്ല. ദണ്ഡി യാത്ര നടന്ന വർഷം എനിക്കിപ്പോൾ ഓർക്കാനില്ല, പക്ഷെ പണ്ട് ഞാൻ പഠിച്ചിട്ടുണ്ട്. അത് പല പ്രാവശ്യം റിപ്പീറ്റ് ചെയ്യാത്തതുകൊണ്ട് ഞാൻ മറന്നു പോയിരിക്കുന്നു, അത്രേ ഉള്ളൂ. ഇതുപോലെ പല കാര്യങ്ങൾ. നിങ്ങൾക്കുള്ള എളുപ്പ വഴി ഇതാണ്. കൊല്ലങ്ങൾ, വർഷങ്ങൾ, കാര്യങ്ങളെല്ലാം നമുക്ക് ഓർത്തിരിക്കാനായിട്ട് പറ്റും. ഷോർട്ട് ടൈം മെമ്മറിയിൽ നിന്ന് ലോങ് ടൈം മെമ്മറിയിലേക്ക് മാറ്റാനായിട്ട് റിപ്പീറ്റ് ചെയ്യുക, റിവിഷൻ ചെയ്യുക. 100% മേടിച്ച് ഒരുപാട് സ്കൂളുകാർ ചെയ്ത ഒരു പരിപാടിയുണ്ട്. ഡിസംബറോടുകൂടെ എല്ലാ ടോപ്പിക്സും കവർ ചെയ്ത് തീർത്തിട്ട് ജനുവരി, ഫെബ്രുവരി, മാർച്ച് കംപ്ലീറ്റ് എക്സാംസ് ഇങ്ങനെ നടത്തി ഒരുപാട് പ്രാവശ്യം റിപ്പീറ്റഡ് ആയിട്ട് ഒരേ സബ്ജക്റ്റ് പഠിക്കുകയാണ് കുട്ടി. അപ്പോൾ അവൻ്റെ മെമ്മറിയിൽ സ്റ്റോക്ക് കറക്റ്റാവും, എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് പതിയുന്നു. എക്സാം വരുമ്പോൾ ഇത് എത്ര പ്രാവശ്യം പഠിച്ചാണ് ടക്ക എന്ന് എഴുതാൻ പറ്റും. റിപ്പീറ്റ്. താങ്ക് യു. ഓൾ ദി ബെസ്റ്റ്.